ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ അങ്ങനെ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ വീട്ടിൽ പോയിരിക്കുകയാണ്. 3 കുട്ടികളേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രദറും വൈഫും കുട്ടികളും ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹോസ്റ്റലിലേക്ക്. അങ്ങനെ അവർ വന്നു. നമ്മളപ്പോൾ കണ്ടോ, അതെൻ്റെ മക്കളാണ്, ആങ്ങളുടെ മക്കളാണ്, എൻ്റെ ബ്രദറിൻ്റെ മക്കളാണ്. ബ്രദറ് അങ്ങനെ അവർ വീട്ടിലോട്ട് വന്നു. ഞങ്ങളങ്ങനെ കുറച്ച് സംസാരിച്ചിരുന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാമെന്നൊരു പ്ലാൻ ഇട്ടു. എങ്ങോട്ട് പോകണം എന്നുള്ള ഓരോരുത്തർ ഓരോ പേരാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനമെടുത്തു, ചാവക്കാട് ഡ്രീം വേൾഡ് കാണാൻ പോവാം. അത് ഫസ്റ്റ് അങ്ങോട്ട് പോവാം, ബാക്കി അതിന് ശേഷം തീരുമാനിച്ചു. അങ്ങനെ മരുമോള് വന്നില്ല കേട്ടോ. മോളും കുട്ടികൾക്കും സുഖമില്ല, കഫക്കെട്ടൊക്കെ ആയിട്ട് തീരെ വയ്യ. അപ്പോൾ മോള് പറഞ്ഞു വരുന്നില്ല. കുറേ വിളിച്ചു നോക്കി, പക്ഷേ വേണ്ടമ്മ, വന്നു കഴിഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടാണ്, കൊച്ചുങ്ങൾക്ക് വയ്യാതായ അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥ വരും, അത്രയ്ക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് വന്നില്ല. മോളും കൊച്ചുങ്ങളെയും വിട്ടില്ല, വേണ്ട. അപ്പം ഞാനും ആങ്ങളെയും ഫാമിലിയായിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രീം വേൾഡിലേക്കാണ് യാത്ര പുറപ്പെട്ടത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടോ. അങ്ങനെ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വാടാനപ്പള്ളി റൂട്ടാണ് പോയത് കേട്ടോ. വാടാനപ്പള്ളി തൃപ്രയാർ റൂട്ടാണ് നമ്മൾ പോയത്. അല്ല, തൃപ്രയാറല്ല, സോറി, നമ്മൾ വാടാനപ്പള്ളി റൂട്ടാണ് പോയത്. നമ്മൾ വരുമ്പോഴാണ് അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ സ്നേഹതീരം കണ്ടു. ഡ്രീം വേൾഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഇവിടേക്കാണ്. എവിടേക്കറിയാം, ഗുരുവായൂർ ആനക്കോട്ട കാണാൻ പോയിട്ടാണ് ഗുരുവായൂർ. ആ ഗുരുവായൂർ ആനക്കോട്ട കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങൾ സ്നേഹതീരം പോയി. സ്നേഹതീരം കണ്ടു. അങ്ങനെ രാത്രി വീടെത്തിയത് എപ്പോഴാണെന്നറിയോ? പിന്നെ നമ്മുടെ അവിടെ ഒരു ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ പോയി. അങ്ങനെ വീടെത്തിയത് പറയണോ 12 മണിയായി. രാത്രി 12 മണിക്ക് നമ്മൾ തിരിച്ചെത്തിയേ. അങ്ങനെ ഞങ്ങൾ വാടാനപ്പള്ളി പോയി ഡ്രീം വേൾഡ് എത്തി. കാറ് നിർത്തി നമ്മൾ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരാൾക്ക് 400 രൂപയാണ് കേട്ടോ. പക്ഷേ നമ്മൾ 400 രൂപ കൊടുത്താൽ ഒരു നഷ്ടവും ഇല്ല, ഒരു നഷ്ടം. അത്രയ്ക്കും പക്ക അത്രയ്ക്കും പവറാണ്. അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഫിഷിൻ്റെ ഒരു ലോകം തന്നെയാണ്. എന്തെല്ലാം മോഡൽ, എങ്ങനത്തെ ഫിഷല്ല, അതായത് തിമിംഗലം മുതൽക്ക് എല്ലാ ഐറ്റംസും. അത് പല കളറിൽ, വെറൈറ്റി കളറിൽ കണ്ടിട്ടും കൊതി തീരുന്നില്ല നമ്മൾക്ക്. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു കനാലിൽ കൂടെ വെള്ളം പോകുന്ന പോലെ, അതിലങ്ങനെ പൊടിമീൻ പിടിക്കൂറ്. നമ്മൾ കാലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കാലൊക്കെ നല്ല ക്ലീൻ ചെയ്ത് തരും ഫിഷ്. കുഞ്ഞു പൊടി മീനുകളുടെ അത് നിരന്നിരിക്കുക ആൾക്കാർ. അയ്യോ, അവിടെ നിന്ന് ഇരിക്കാൻ പോലും നമ്മൾക്ക് സ്ഥലമില്ല. അത്രയ്ക്കും അടിപൊളി എന്ന് വെച്ചാൽ, നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം, നിങ്ങൾ കണ്ടിരിക്കണം. അതാണ് ഇത് ഡ്രീം വേൾഡിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഇവിടെ ഇത് നമ്മൾ കയറി പോണ ആ ഒരു എൻട്രൻസ് ആണ്. കയറി പോകുന്നത് കണ്ടോ. നമ്മൾ ഇത് കഴിഞ്ഞ് ലെഫ്റ്റോട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. നമ്മൾ കയറി പോയിട്ട് ലെഫ്റ്റോട്ട് തിരിഞ്ഞ് അവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. ഭയങ്കര തിരക്ക് കേട്ടോ. 400 രൂപയായാലും ജനങ്ങൾ തിരക്കിന് ഒരു കുറവുമില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി ചുരുങ്ങിയത് 2 മണിക്കൂർ സമയം വേണം കേട്ടോ. 2 മണിക്കൂറില്ലാതെ കാണാൻ പറ്റില്ല. ഈ 2 മണിക്കൂറും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ എത്ര കണ്ടാലും കഴിയില്ല. ചിലപ്പോൾ അതിന് വെച്ച് വൈകാം. അപ്പോൾ കണ്ടോ, മുകൾ ഭാഗമൊക്കെ കണ്ടോ, എന്തോരം ഭംഗിയാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചില്ല, ഇതൊക്കെ ഉണ്ടാക്കിയവരുടെ തലേന്ന് ഞങ്ങൾ പറയുന്നത്. എന്ത് മനുഷ്യന്മാരല്ലേ, എന്തൊക്കെ പറയുക. എത്ര ഒരു കഴിവായിരിക്കും. അതായത് ആ തിമിംഗലത്തിൻ്റെ ഒക്കെ ആ ഭാഗം എത്തുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഞെട്ടിപ്പോകും. അത്രയും വലിയ മീനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക്. ഇവർക്കൊക്കെ തീറ്റ കൊടുക്കണ്ടേ അല്ലേ, ഇവരൊക്കെ നോക്കണ്ടേ. അതിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ തിമിംഗലത്തിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ തന്നെയാണ് അതിന് പിന്നെ അത് വൃത്തിയാക്കാൻ വേണ്ടി ഓക്സിജൻ എല്ലാം ഇട്ട് മൊത്തം നമ്മൾ വെള്ളത്തിനുള്ളിൽ സഞ്ചരിക്കില്ലേ,
ആ വായുവിൽ കൂടെ പിന്നെ എന്താ പറയുക അവിടെ ആ വെള്ളമെല്ലാം ശുദ്ധിയാക്കാൻ വേണ്ടി ഒരാൾ അതിൻ്റെ അകത്ത്. അയ്യോ, അതൊക്കെ നമ്മൾ ഈ യൂട്യൂബിലാണ്, ടി വിയിലും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് നേരിട്ട് കാണുകയാണ്. അതിൻ്റെ ബാക്കിൽ തീറ്റ ഇടാൻ വേണ്ടിയിട്ട്. തീറ്റാന്ന് വെച്ചാൽ തീറ്റയ്ക്ക് തനിയെ മോട്ടറാട്ടാ, അതിങ്ങനെ ഇട്ടുകൊണ്ട് പോകണം. അതിൻ്റെ മുന്നാണ് ഒരാൾ ഓക്സിജനൊക്കെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ പോകും. ഒക്കെ കണ്ടിട്ട് അത്ഭുതം 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 എന്ന് വെച്ചാൽ മഹാത്ഭുതം കണ്ടിട്ട്. ഞാനിപ്പോൾ വിചാരിച്ചു, അയ്യോ ഇത്ര അടുത്തിരുന്നിട്ട് ഇതുവരെയും ഇത് കാണാൻ പോയില്ലല്ലോ. ഞങ്ങൾ അകത്തോട്ട് കിടക്കുന്ന സീനായി കാണുന്നത് കേട്ടോ. ടിക്കറ്റ് എടുത്തു നമ്മൾ അകത്തോട്ട് പോവുകയാണ് കേട്ടോ. അത്രയൊരു മഹാത്ഭുതമാണ് ഈ ചാവക്കാട്ടിലെ ഈ ഡ്രീം വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം. അത് നിങ്ങൾ എന്ത് തന്നെ ആയാലും പോയി കാണുക. അത്ഭുതപ്പെട്ട വിഷയം, അത്ഭുതപ്പെട്ട കാഴ്ചകളും. ഇത് കണ്ടിട്ടും മതിയാവുന്നില്ല. അതാ പറയുന്നത്, കണ്ടിട്ടും മതിയാവുന്നില്ല. ചെറിയ മീൻ തൊട്ട് എത്ര വലിയൊരു മനുഷ്യൻ്റെ അത്രയും വലിപ്പമുള്ള മീനൊക്കെയാണ് അവിടെ ഉള്ളത്. ഒന്ന് നിങ്ങൾ പോയി കാണൂ നിങ്ങൾ എല്ലാവരും തന്നെ കാണുമ്പോൾ അതിൻ്റെ ഭംഗിയെല്ലാം നമ്മൾക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ ആ മീനിൻ്റെ. നോക്കൂ, ഇത് ഞാൻ ഇവിടെ ഒരു തൃശ്ശൂർ എക്സിബിഷൻ വന്നപ്പോൾ ഇട്ടിരുന്നു. ഈ ഫിഷിൻ്റെ തന്നെയാണ് അവിടെ വന്നത്. അതിലിങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അതും സൂപ്പറായിരുന്നു. പക്ഷെ ഇതല്ല, ഇതൊരു ലോകം തന്നെയാണ്. ഇത് എന്ന് വെച്ചാൽ ഫിഷിൻ്റെ ഒരു ലോകം. അത് കാണണം, ആസ്വദിക്കണം. കണ്ടാലും കൊതി തീരത്തില്ല നമ്മൾക്ക്. കണ്ടോ, നോക്കൂ, ഇത് ശരിക്കും എന്തെന്ന് പറയാ, എന്തോ ഒരു ഭംഗിയാണ്. നോക്കൂ, ആ പ്രതിമ നടുക്ക്, അതിൻ്റെ ചുറ്റുമാണ് ഈ മീനുകളൊക്കെ. എന്ത് മീനാന്നെല്ലാം അതിൻ്റെ മുന്നിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾക്കത് പറയണമെങ്കിൽ മീന് അത്രയ്ക്കും പേരുകളുണ്ട്. ഓരോ മീനിൻ്റെ പേരുകൾ പറഞ്ഞാലും തീരില്ല. വെറൈറ്റി പേരുകളാണ് മീനുകളുള്ളത്, ഓരോ മീനിൻ്റെ ആണെങ്കിലും. അതിസുന്ദരമായൊരു കാഴ്ചയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് അമർത്തുക. ലൈക്കൊന്ന് ചെയ്യുക. ഞാൻ നോക്കണ്ട, പലതരം മീനുകളാണ്, പലതരം ഫിഷുകൾ. അയ്യോ എന്ത് അത് ആ ഫിഷിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ചുമര് കണ്ടോ, അത് ഓരോ ചിത്രങ്ങളുണ്ടാവും ഇതിൻ്റെ അകത്ത്. എന്തെങ്കിലും ഒരു ഫോട്ടോസായിട്ടോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമായിട്ടോ അത് നടുക്ക് അതുണ്ടാവും. അതിൻ്റെ തൊട്ടാണ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ മീനുകളെ കളിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഭക്ഷണം കൊടുക്കണേ തന്നെ ഒരു ദിവസം അല്ലേ ഒന്ന് ചിന്തിക്കുകയും ഞങ്ങൾ പറയണമെങ്കിൽ എന്തെന്ന് പറയാം. നിങ്ങളൊക്കെ സംരക്ഷിക്കണ തന്നെ എത്ര അതിനൊക്കെ അത്രയ്ക്കും വരുമാനം ഉണ്ടെങ്കിൽ അത്രയ്ക്കും ചെലവുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കൂ എന്താ, അതായത് അത്രയും വലിയ മീനുകളാണ്. അതേ കുഞ്ഞു മീന് തൊട്ട് അത്രയ്ക്കും തിമിംഗലം വെച്ചാൽ അറിയാലോ, അത്രയ്ക്കും വലിപ്പമുള്ള മീന് വരയ്ക്കാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇവിടെയൊക്കെ ഇരുട്ട് ഭാഗമാണ് കേട്ടോ. നമ്മൾക്ക് പിന്നെ ഫോണിലെ ഇത് ലൈറ്റ് ടോർച്ചൊന്നും അടിച്ചിട്ട് നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതൊക്കെ അവർ നേരത്തെ പറയുന്നുണ്ട്. നിങ്ങൾ ഫ്ലാഷ് ഓൺ ആക്കരുത്, അത് പറയുന്നുണ്ട് അവർ. ഫ്ലാഷ് ഓണാക്കി ഫോട്ടോ എടുക്കരുതല്ലോ. അങ്ങനെ നല്ല ഭംഗിയാണ്. ഞങ്ങൾക്ക് കണ്ട് ഞങ്ങൾ കൊതി തീരില്ല എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ ചാവക്കാടിലെ ഡ്രീം വേൾഡ്. കാരണം ഒരു ദിവസത്തെ പകുതി ടൈം ഇവിടെ തന്നെ പോകും. നമ്മൾ ചാവക്കാട് റൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പകുതി ടൈം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ പോകും. ഇതൊക്കെ വിഗ്രഹങ്ങളാട്ടോ. പക്ഷെ ഈ വിഗ്രഹങ്ങളുടെ അടിയിൽ മീനാണ് കേട്ടോ. അത് ഈ താഴെ കാണുന്നതൊക്കെ മീനാണ്. നമുക്ക് ഫ്ലാഷ് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ക്ലിയർ ഇല്ല. കണ്ടോ, അടിയിലൊക്കെ മീനാട്ടോ കിടക്കുന്നത്. കുഞ്ഞു മീനുകളാണ് ഈ കിടക്കുന്നതൊക്കെ. ഞാൻ സത്യം അത്ഭുതപ്പെട്ടു പോയി കണ്ടിട്ട്.
ഞാൻ ചിന്തിച്ചു ഇത്ര അടുത്തത് ഉണ്ടായിട്ട് ഈ ഡ്രീം വേൾഡ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഡ്രീം വേൾഡ് ഉണ്ട് ചാവക്കാട് കാണാൻ നല്ല. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അത്രയും ദൂരം. പക്ഷെ പോയി കണ്ട് നോക്കിയപ്പോഴാണ് ഇത്രയും മഹാ അത്ഭുതമായൊരു കാഴ്ചയാണോ എന്ന് പറഞ്ഞ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ജീവിതത്തിൽ കാണാത്ത മീനുകളെല്ലാം കണ്ടു കേട്ടോ. അതായത് ജീവിതത്തിൽ നമ്മൾ കാണാത്ത മീനുകളെയാണ് നമ്മൾ ഇവിടെ ഡ്രീം വേൾഡ് പോയപ്പോൾ കണ്ടത്. അത്ര വിചിത്രമായ മീനുകളാണ്, മീനുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത മീനുകൾ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കേട്ടോ. മരങ്ങളും ഇങ്ങനെ ചെടികളും ഈ വെള്ളത്തിലൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ നല്ല വലിയ വലിയ മീനാട്ടോ. അതൊന്നും നമുക്ക് എടുത്തിട്ട് കിട്ടുന്നില്ല കാണുന്നത്. കാരണം കിടക്കുകയാണ് താഴത്ത്. വലിയ വലിയ മീനുകളൊക്കെ ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. നമുക്ക് ഈ ഒരു ചെറിയ ഇരുട്ടായത് കൊണ്ട് നമുക്കത് ക്ലിയറായിട്ട് കാണുന്നില്ല. എല്ലാവരും കാണണേ കേട്ടോ, എല്ലാവരും കാണണേ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. നോക്കിയേ, അടിയിലും കിടക്കുന്നുണ്ട് മീൻ. ഇതിനൊക്കെ ഒരു ദിവസം പരിപാലിക്കണമെങ്കിൽ നല്ല പണിയാണ്, ചില്ലറ പണിയല്ലായിരിക്കും. എന്ത് മണലൊക്കെ നോക്കിയാൽ കല്ലൊക്കെ ഭംഗിയുണ്ടോ. അടിപൊളിയായിട്ടില്ലേ അല്ലേ? എല്ലാവരും കാണട്ടെ എൻ്റെ വീഡിയോസ്, എല്ലാവരും കാണണേ. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആനക്കോട്ടയും സ്നേഹതീരും ഒക്കെ പോകുന്നത് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗമായിട്ട് ഇടുന്നത്, ഒന്നിച്ച് ഇടുന്നില്ല, അതും പറയാം കേട്ടോ. അത് വലിയ മീനാട്ടോ, ഇപ്പൊ പോയത് വലിയ മീനാണ്. ഓടി കളിക്കല്ല, നമ്മൾ പിടിക്കുമ്പോഴേക്കും ഈ വലിയ മീനൊക്കെ അങ്ങനെ വല്ല പ്ലെയിൻ പോകുന്ന പോലെ ഓടുന്നത്, നിൽക്കുന്നൊന്നുമില്ല. ഇങ്ങനെ റൗണ്ട് അടിക്കല, അതിൻ്റെ അകത്ത് ഇങ്ങനെ റൗണ്ട് അടിച്ച് ചിലതൊക്കെ കിടന്ന് ഉറങ്ങണമുണ്ട് കേട്ടോ. വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുന്ന മീനുണ്ട്, പിന്നെ ഓടിക്കളിക്കുന്ന മീനുകള്. ഇതൊക്കെ മരങ്ങളാട്ടോ. ഇതിന് താഴെയൊക്കെ വെള്ളമാണ് കേട്ടോ. നല്ലൊരു ഭംഗിയൊക്കെ ആണ്. നല്ല അതിസുന്ദരമായ കാഴ്ചയാണ്. അതിസുന്ദരമായ കാഴ്ച എന്ന് വെച്ചാൽ അത്രയ്ക്കും സുന്ദരം എന്ന് പറയാം. എൻ്റെ വീഡിയോസ് എല്ലാവരും അവസാനം വരെ കാണണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. വെള്ള മീൻ കണ്ടോ, വെള്ളക്കാറ്, വെള്ള, നീല, പച്ച, മഞ്ഞ, റോസ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതിലെന്നല്ല, വെറും കാഴ്ചകളിൽ പല കളറും പല തരത്തിലാണ് നമ്മുടെ മീനുകളുള്ളത്. എല്ലാ കളർ ഐറ്റംസിലും ഉണ്ട്. അതൊക്കെ വെള്ളം ഫുള്ളായിട്ട് കെട്ടി നിർത്തിയിരിക്കില്ലേ, ഫുള്ള് അവർക്ക് കളിക്കാനായിട്ട്. ആ താഴത്തെ മണലിൻ്റെ ഭംഗിയും ആ ഫുള്ളും വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്ന ഒരു കളിയില്ലേ, കളി. നല്ല തീറ്റയും കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഇത്രയും സുന്ദരങ്ങളായിരിക്കില്ലല്ലോ. വെള്ള മീനാട്ടാ, ഇത് നല്ല ഭംഗിയാട്ടാ കാണാൻ. ഈ ഫിഷ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ, നല്ല ഭംഗി എന്ന് വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെ ഫോണിൽ കാണുമ്പോ ഇങ്ങനെ, പക്ഷെ അടുത്തുനിന്ന് കാണുമ്പോല്ലേ നമുക്ക് അതിന്റെ അടുത്ത് നിന്ന് വരാൻ തോന്നില്ല, അത്രയും ഭംഗി. ശരിക്കും നല്ല ഒരു എന്താ പറയാ, വെള്ള പാലിന്റെ കളറുള്ള മീനാ അത്. പാലിന്റെ, നമ്മുടെ പാല് എങ്ങനെ കളർ, അതേ പാൽ കളർ മീനാണ്. ഇതൊക്കെ ഭംഗി നല്ലതാ, നീന്തി പോകുന്ന. അതിന്റെ ചുണ്ടില്ലേ നല്ല നീളന, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടാ. മിക്ക മീനുകളും ഉണ്ടാവും ചുണ്ട് നല്ല ഇങ്ങനെ, അതിന്റെ വായ വന്നിട്ട് ഇങ്ങനെ നീളത്തിലാണ്. അധികം മീനുകൾക്കും അങ്ങനെ, വെറൈറ്റി മീനുകൾക്ക് നല്ല നീളത്തിലാണ് അതിന്റെ ആ ചുണ്ട് പോകുന്നത്. എന്താ നോക്കൂ, എത്ര വലിയ മീനാ നോക്കൂ. ഇതൊക്കെ കാണാൻ എന്ത് രസമല്ല, എന്ത് ബഹു രസമാണ് കാണാൻ. ഇതൊക്കെ നേരിട്ട് കാണാന്ന് വെച്ചാൽ
അടിപൊളിയല്ലേ. നെയ്മീൻ കാണുന്നത് അത്രയ്ക്കും അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ 400 രൂപ കൊടുത്ത് പോയി കണ്ടാൽ ഒരു നഷ്ടമില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത മീനുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില മീനിൻ്റെ വാലൊക്കെ ഭയങ്കര മനോഹരമാണ്. ഇതിൻ്റെയും കണ്ടോ, ഇന്ത്യയും ആ കൊക്കത് അതുപോലെ തന്നെയാണ് അതിൻ്റെ വാല്. അത് മിക്ക മീനുകൾ അങ്ങനെയാണ്. അതൊരു പ്രത്യേക അത്ഭുതമാണ് കേട്ടോ. വായായാലും അതിൻ്റെ വാലായാലും ഒരു പ്രത്യേക ഭംഗിയെ കാണാൻ. കണ്ടോ, നോക്കൂ, ഒരു മുതലൻ്റെ ചുണ്ട് പോലെയല്ലേ, ഒരു മുതലൻ്റെ വായ ഇങ്ങനെ ആ ഒരു മോഡലാണ് ഈ മീനിന് വരുന്നത്. മുതലയുടെ വായ പോലെ നല്ല ഭംഗിയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ശരിക്കും മുതലയുടെ വായ എങ്ങനെ അതേ സെയിമാണ്. വലിയ മീനാട്ടോ. അയ്യോ, ഇതൊക്കെ നോക്കിയെന്നാൽ നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല. ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ അതിൻ്റെ കളിയും വന്ന് ഓട്ടം എന്ത് ഭംഗി എന്നാ പറയുന്നത്. എല്ലാവരും കാണണം കേട്ടോ, പോയിട്ട് ആവുന്നത് എല്ലാവരും കാണാം. ജീവിതത്തിൽ നമ്മൾ എന്ത് സമ്പാദിച്ചു വെച്ചാൽ അതിൻ്റെ ഇടയിലുള്ളൊക്കെ ഒരു കാഴ്ചയൊക്കെ വേണമല്ലോ, എന്നാലല്ലേ ഒരു ജീവിതത്തിൽ ഒരു ഹാപ്പി ലൈഫൊക്കെ ഉണ്ടാവുക. എല്ലാ വെള്ളത്തിനുള്ളിൽ ഈ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു കാഴ്ചക്കുള്ള മരങ്ങളും അതുപോലെ ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും പിന്നെ കല്ലുകൊണ്ടുള്ള പല ഐറ്റംസ്, കല്ലുകൊണ്ട് അങ്ങനെ. പിന്നെ മരത്തിൽ കിടന്ന് ഉറങ്ങുന്ന മീനുകളുണ്ട് കേട്ടോ. അതിൽ അത് വലിയ അത്ഭുതം കേട്ടോ. മരത്തിൽ കേടി ഉറങ്ങുക. മരത്തിൽ കണ്ടോ, നോക്കിയത് അത് മരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന മീനുകളാണ് കണ്ടോ. മരത്തിൻ്റെ കൊമ്പുകളിൽ പറ്റിയിരിക്കുകയാണ്. മരത്തിൻ്റെ കൊമ്പുകളിൽ പറ്റിയിരിക്കുന്ന മീനാണ് ഈ മീനുകൾ. ചില്ലിയിലൊക്കെ മീനാണ് കേട്ടോ അത്. ചില്ലകളിൽ മരത്തിൻ്റെ ചില്ലകളിൽ പറ്റിയിരിക്കുക. അതൊരു വെറൈറ്റി മീൻ. ഇവിടെ കണ്ടോ, അത് ബ്ലൂ കളർ. എൻ്റെ ബ്ലൂ കളർ എന്തോ വൈറ്റ് എല്ലാം നീല മഞ്ഞ വെള്ളം എല്ലാ കളറും ഉണ്ട്. അതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും മീനിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ വിഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കണ്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെയാണ് നല്ല ഒരു ഭംഗി. നോക്കൂ, ചില മീനൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക മരത്തിൻ്റെ അടിയിലോ, അങ്ങനെയുള്ള വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ മൺചട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ടാവും, ചെറുതും വലുതും ഒക്കെ. കളർ മാറ്റുള്ളത് നമുക്ക് നോക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻ. അയ്യോ, ഒരു കൗതുക കാഴ്ച തന്നെയാണ്. കൗതുക കാഴ്ച എന്ന് വെച്ചാൽ കൗതുക കാഴ്ച. ഇത് മീനാട്ടോ, ഈ കിടക്കുന്നൊക്കെ മീനാണ്. കുഞ്ഞു മീനാട്ടാ, കുഞ്ഞു മീന് കണ്ടോ. നമ്മുടെ ഒരു പിലോപ്പിയുടെ സൈസായിട്ട് വരുന്നുണ്ട്. പിലോപ്പിയ പല കളറും ഉണ്ട് കേട്ടോ. എല്ലാവരും കാണണം കേട്ടോ, പോയിട്ട് ആവുന്നത് എല്ലാവരും കാണാൻ നോക്കുക. പോലെ കേട്ടോ ഫിലോപ്പി. ഇതിന് ഇഷ്ടംപോലെ കൂട്ടത്തിലാണ് അവരുടെ സഞ്ചാരം. കൂട്ടത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എല്ലാവരും പോയി കാണണം കേട്ടോ. കാണാൻ പറ്റുന്നവരെല്ലാവരും പോയി കാണുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ്മാർക്കൊക്കെ അയച്ചു കൊടുക്കുക.